അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഭാര്യക്കും ഭർത്താവിനും രണ്ടുപേർക്കും ഉപകരിക്കുന്ന ആത്മീയമായ ഒരു അറിവിനെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഈ പറയുന്ന കാര്യം നിങ്ങൾ ചെയ്താൽ പരസ്പരം സ്നേഹം വർദ്ധിക്കുകയും മനപ്പൊരുത്തം ഉണ്ടാവുകയും ചെയ്യും. വീഡിയോ പൂർണ്ണമായും കാണുക. എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കുക. വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക, പ്രിയപ്പെട്ടവരിലേക്കൊക്കെ ഷെയർ ചെയ്തു കൊടുക്കുക. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പരസ്പരം സ്നേഹവും മനപ്പൊരുത്തവും വർദ്ധിക്കാൻ അള്ളാഹുവിൻ്റെ മഹത്തായ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹ്മാനു യാ അല്ലാഹ് എന്ന ഇസ്മിനെയാണ് നാം ചൊല്ലേണ്ടത്. വ്യാഴാഴ്ച പകലാണ് നാം ഈ ഇസ്മ ചൊല്ലേണ്ടത്. അതായത് രാവിലെയാണെങ്കിൽ 6 മുതൽ 7 മണി വരെയുള്ള സമയത്ത്, ഉച്ചക്കാണെങ്കിൽ 1 മണി മുതൽ 2 മണി വരെയുള്ള സമയത്തോ ആണ് ഈ കാര്യം നിങ്ങൾ ചെയ്യേണ്ടത്. യാ റഹ്മാനു യാ അല്ലാ എന്ന് 298 തവണ ചൊല്ലി കുറച്ചധികം പഞ്ചസാര എടുക്കുക. എന്നിട്ട് ആ പഞ്ചസാരയിലേക്ക് ഇഷ്ഫി എന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രിക്കുക. ഭർത്താവിനും ചെയ്യാം, ഭാര്യയ്ക്കും ചെയ്യാം. ശേഷം ഭർത്താവാണ് ചെയ്യുന്നതെങ്കിൽ ഭാര്യയ്ക്കും, ഭാര്യയാണ് ചെയ്യുന്നതെങ്കിൽ ഭർത്താവിനും ഈ പഞ്ചസാര കഴിപ്പിക്കുക, പഞ്ചസാര കഴിക്കാൻ വേണ്ടി കൊടുക്കുക. പഞ്ചസാര നേരിട്ട് കൊടുത്താൽ കഴിക്കില്ല എങ്കിൽ ചായയിലോ ജ്യൂസിലോ മറ്റു വെള്ളത്തിലൊക്കെ കലക്കിയിട്ട് പരസ്പരം കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ കൊടുത്താൽ ഇത് കഴിക്കലോടുകൂടി ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സ്നേഹം വർദ്ധിക്കുകയും മനപ്പൊരുത്തം വർദ്ധിക്കുകയും ചെയ്യും. ഇന്ന് പല കുടുംബങ്ങളിലും വിവാഹം കഴിഞ്ഞ ആദ്യ സമയത്തുള്ള സ്നേഹമൊന്നും പിന്നീടില്ല, എന്തോ ഒരു പ്രയാസമുണ്ട് എന്നൊക്കെ പറഞ്ഞ് അകന്നകന്നു പോകുന്ന കുടുംബങ്ങളുണ്ട്. അവരോടൊക്കെ ഈ വിഷയം പറഞ്ഞു കൊടുത്തുകൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞാൽ നല്ല മാറ്റം അവരിൽ കാണാൻ കഴിയും. അങ്ങനെയുള്ള ആളുകൾക്ക് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. യാ റഹ്മാനു യാ അല്ലാ എന്ന ഇസ്മിൻ്റെ അർത്ഥം വരുന്നത് പരമകാരുണ്യകൻ എന്നാണ്. അപ്പോൾ ചൊല്ലുന്ന സമയത്ത് യാ റഹ്മാനു യാ അല്ലാ എന്ന് തന്നെ ചൊല്ലാൻ വേണ്ടി ശ്രമിക്കണം. 298 തവണ എണ്ണം തെറ്റാതെ ആത്മാർത്ഥമായി ചൊല്ലുക. ഇടയ്ക്കിടയ്ക്ക് ഇഷ്വി എന്ന് പറഞ്ഞുകൊണ്ട് പഞ്ചസാരയിലേക്ക് മന്ത്രിക്കുക. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അല്ലാഹു തആല തീർത്തു തരുമാറാകട്ടെ. നമ്മുടെ കുടുംബജീവിതത്തിൽ അല്ലാഹു തആല സന്തോഷവും സമാധാനവും ഐക്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വീഡിയോക്ക് ഒരു മാഷാ അല്ലാഹ് കമൻ്റായി രേഖപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തി മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.